സ്റ്റാൻലി, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു IT ഇൻഡസ്ട്രിയിലാണ്. സ്വാഭാവികമായിട്ടും അവരെനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് ആ ഇൻഷുറൻസ് മതിയോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് അഡീഷണൽ ആയിട്ട് എടുക്കണം? നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതായത് നിങ്ങളുടെ അതൊരു സ്വന്തം ഇൻഷുറൻസ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കമ്പനി തന്നിരിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. പക്ഷേ നിങ്ങളത് ആ കമ്പനിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആ ഇൻഷുറൻസുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇൻഷുറൻസ് വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, മേ ബി നിങ്ങൾ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ റിട്ടയർ അല്ലെങ്കിൽ നേരത്തെ ഏർലി റിട്ടയർമെന്റ് എടുത്തെന്ന് വിചാരിക്കുക. നിങ്ങൾ നാട്ടിൽ പോയി സെറ്റിൽ ആകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും സെറ്റിൽ ആകുന്നു. ആ സെറ്റിൽ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് ഒരിക്കലും കിട്ടില്ല, കാരണം അത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ കമ്പനിയുടെ ഇൻഷുറൻസ്, അതായത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് തരുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എപ്പോഴും ഒരു പേഴ്സണൽ ഇൻഷുറൻസ് എടുത്തു വെക്കുക. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ കമ്പനി ഇരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ്, അതായത് ക്യാൻസർ റിലേറ്റഡോ സ്ട്രോക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡോ ഓർഗൻ റിലേറ്റഡോ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് തരികയുമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പേഴ്സണൽ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് വെക്കേണ്ടതാണ്.